ജീവിതത്തിൽ ഒരു തവണയെങ്കിലും തലവേദന വരാത്തതായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ വരുന്ന എല്ലാ തലവേദനയും തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാവണമെന്നുമില്ല. എന്നാൽ തലച്ചോറിനെ ബാധിക്കുന്ന തലച്ചോറിൽ വരുന്ന മുഴകൾ അഥവാ ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റംസിലൊന്നാണ് തലവേദന. മറ്റ് തലവേദനകളിൽ നിന്ന് ബ്രെയിൻ ട്യൂമർ കാരണം ഉണ്ടാകുന്ന തലവേദനകളെ എങ്ങനെ വേറിട്ടറിയാം? നിർത്താതെ ഉണ്ടാകുന്ന തലവേദന, മരുന്ന് കഴിച്ചാൽ പോലും കുറയാത്ത രീതിയിലുള്ള തലവേദന, ഉറക്കത്തിൽ നിന്നൊക്കെ തലവേദന കൊണ്ട് എണീക്കുക, തലവേദനയോടൊപ്പം തന്നെ മറ്റു ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു വശത്തിന് തളർച്ച ഉണ്ടാവുക, അല്ലെങ്കിൽ മുഖത്ത് സ്പർശനശേഷി കുറവ് ഉണ്ടാവുക, അല്ലെങ്കിൽ മുഖത്തിന് കോട്ടം വരിക, കണ്ണടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുക, ഓർമ്മക്കുറവുണ്ടാവുക, സ്വഭാവ വ്യത്യാസം ഉണ്ടാവുക, ഇങ്ങനത്തെ സിംറ്റംസ് തലവേദനയോടൊപ്പം ഉണ്ടാകുമ്പോഴൊക്കെയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു രോഗിയിൽ ഒരു ബ്രെയിൻ ട്യൂമർ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുക. ബ്രെയിൻ ട്യൂമേഴ്സ് തന്നെ പല വിധത്തിലുണ്ട്. ഒരു ബ്രെയിൻ ട്യൂമർ വന്നു കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ അവസാനമാണ് എന്നില്ല. നമ്മൾ കൃത്യമായ ടെസ്റ്റുകളിലൂടെ CT സ്കാൻ, MRI തുടങ്ങിയ പരിശോധനകൾ ചെയ്ത് ആ ട്യൂമറിൻ്റെ ലൊക്കേഷൻ, എവിടെയാണ് ആ ട്യൂമർ, അതിൻ്റെ സ്വഭാവം, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ ചികിത്സയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. എല്ലാ ട്യൂമേഴ്സിനും ശസ്ത്രക്രിയ തന്നെ വേണമെന്നുമില്ല. ചില ട്യൂമേഴ്സ് നമുക്ക് പൂർണ്ണമായിട്ട് ശസ്ത്രക്രിയയിലൂടെ ഭേദമാക്കാനും സാധിക്കും. ചിലതിന് ശസ്ത്രക്രിയയും പിന്നെ അനുബന്ധ ചികിത്സകളും ഒക്കെ ആവശ്യമായി വരാറുണ്ട്. അപ്പോഴും നമുക്കൊരു തലവേദനയോടൊപ്പം മറ്റ് സിംറ്റംസോ അല്ലെങ്കിൽ നിർത്താത്ത തലവേദനയോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണുകയും മറ്റ് ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യണം.